ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഫ്ലാസ്ക് ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ടെംപ്ലേറ്റ്സ് അതിലെങ്ങനെ വാല്യൂ പാസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ നമ്മളൊരു അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു വാല്യൂ എങ്ങനെ സെർവറിലേക്ക് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഒരു അപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ ഇതിൽ ചെയ്യാമെന്ന് നോക്കാം. അതിൽ കൊടുക്കുന്ന 2-3 ഫീൽഡ്, ഇപ്പോൾ നെയിം അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ സെർവറിലേക്ക് നമുക്ക് എങ്ങനെ പാസ് ചെയ്യാം അല്ലെങ്കിൽ സെർവറിലേക്ക് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാമെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന HTTP മെത്തേഡ്സ് ആയ ഗെറ്റ്, പോസ്റ്റ് അങ്ങനത്തെ ഇത് വെച്ചിട്ടാണ്. ഗെറ്റും പോസ്റ്റ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. രജിസ്ട്രേഷൻ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തിട്ട് നമ്മളിവിടെ 2 ഇൻഡെക്സ് സെർച്ച് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളൊരു ഫയലും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. registration.html. നമ്മളിപ്പോൾ ആക്ഷൻ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം കൊടുത്തു. നെയിം ഒരു ലേബലാണ്, നെയിം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ app.py ആ ഒരു ടെംപ്ലേറ്റ് നമ്മളൊന്ന് കോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ രജിസ്റ്റർ കൊടുക്കും. നമ്മൾ register.html കൊടുത്തു, സേവ് ചെയ്തു. അതിന് ശേഷം നമ്മളെ HTML ഫോം നമുക്ക് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ടെംപ്ലേറ്റ്. ഇനി ഇതിൽ കൊടുക്കുന്ന ഡാറ്റ നമുക്ക് എങ്ങനെ നമ്മളെ സെർവറിൽ എങ്ങനെ നമുക്ക് കിട്ടും നോക്കാം. അതിനായി നമ്മൾ ഗെറ്റും പോസ്റ്റ് എന്ന് പറഞ്ഞ 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ. അപ്പോൾ രജിസ്റ്റർ സേവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് റൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മെത്തേഡ്സ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ ഗെറ്റ് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു വേരിയബിൾസിലേക്ക് നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ നെയിം ഈക്വൽ ടു നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. args dot get ബ്രാക്കറ്റില് നെയിം. അപ്പോൾ നമ്മൾ നെയിം എന്ന് പറഞ്ഞ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് args ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് സിംഗിൾ കോട്ട്സിൽ നമ്മൾ നെയിം കൊടുത്തു. അതൊരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. ഇത് നമ്മളെ ടെംപ്ലേറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിൻ്റെ നെയിമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് സെർവറിലേക്ക് നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റതും കൂടി എടുക്കാം, 3 വാല്യൂസും കൂടി എടുക്കാം. വാല്യൂ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ സെർവറിൽ ആ വാല്യൂ നമ്മൾ വേറെ ഒരു ഫോമിലേക്ക് ഷോ ചെയ്യുക. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഡോട്ട് ഷോ എന്ന് കൊടുത്തു. ആ ഒരു HTML പേജിലേക്ക് നമ്മൾ ഈ വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യും.
രജിസ്ട്രേഷൻ ഡോട്ട് ഷോ എന്ന് പറഞ്ഞ HTML എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഒരു ടാബിളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ നെയിമും ഇതും ജസ്റ്റ് നേരിട്ട് കൊടുക്കാം. നെയിം ഇവിടെ നെയിം കൊടുത്തു. ശേഷം ഇനി നമ്മളെ ഫസ്റ്റത്തെ രജിസ്ട്രേഷൻ ഡോട്ട് HTML എന്നുള്ള ഇതിൽ നമ്മൾ ഇതിന്റെ ആക്ഷൻ കൊടുക്കണം. നമ്മളിപ്പോൾ ഇതുവരെ ആക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ആക്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഫോൺ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇതിന്റെ ലിങ്ക് ഇവിടെ എടുക്കാം. ശേഷം നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ രജിസ്ട്രേഷൻ സേവ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യാം, അവിടെ രജിസ്ട്രേഷൻ സേവ് കൊടുക്കാം. ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ മെത്തേഡ് എന്താണ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ മെത്തേഡ് ഇവിടെ കൊടുക്കാം. നമ്മൾ ഗെറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് കൊടുക്കും. അതിനുശേഷം നമ്മളെ രജിസ്ട്രേഷൻ ആപ്പ് ഡോട്ട് py പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെൻഡർ ടെംപ്ലേറ്റ് രജിസ്ട്രേഷൻ ഡോട്ട് അണ്ടർസ്കോർ ഷോ ഡോട്ട് HTML അകത്ത് നമ്മൾ വാല്യൂ പാസ് ചെയ്യാം. നെയിം ഈക്വൽ ടു നെയിം ഓക്കെ, നമ്മളിവിടെ ഗെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂസും ക്ലയന്റ് സൈഡിൽ നിന്ന് എടുത്തു. ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറൊരു ടെംപ്ലേറ്റിൽ നമ്മൾ ഷോ ചെയ്യിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് നമുക്ക് ഇതൊന്ന് പേര് കൊടുത്തു. കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കും കേട്ടോ. അപ്പൊ ആ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു ലിങ്കിൽ കണ്ടോ, ഈ ലിങ്കിൽ നമുക്ക് ഈ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഉണ്ടോ ആ വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ലിങ്ക് നമുക്ക് സേവ് ചെയ്യാനും ബുക്ക് മാർക്ക് ചെയ്യാനും വേറൊരു ബ്രൗസറിൽ കൊണ്ടിട്ടാലും ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പോസ്റ്റ് പറഞ്ഞ മെത്തേഡ്. HTTP പോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ ഗെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പകരം നമ്മളിവിടെ പോസ്റ്റ് ആക്കി കൊടുക്കാം. പോസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മളെ ആപ്പ് ഡോട്ട് py നമ്മൾ മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവിടെ നമ്മൾ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആക്കി കൊടുക്കാം. പോസ്റ്റ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് റിക്വസ്റ്റ് ഡോട്ട് ഫോം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. റിക്വസ്റ്റ് ഡോട്ട് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് വേണ്ട വേരിയബിളുകൾ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇമെയിലിന്റെ ബ്രാക്കറ്റിൽ ചെറിയ മിസ്സിംഗ്. ഇനി നമുക്ക് നമ്മുടെ ജസ്റ്റ് ഈ ലിങ്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൊടുത്തു മെത്തേഡ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അലൗഡ് റിക്വസ്റ്റഡ് യു ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ് registration_show.html എന്ന് പറഞ്ഞ പേജ് നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൽ പോയിട്ട് നമ്മൾ ഫോണിന് റിഫ്രഷ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കും കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഒരു അഡ്രസ് ബാറിന്റെ അകത്ത് ഈ ലിങ്കിൽ നമുക്ക് വേരിയബിൾസോ വാല്യൂസോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഗെറ്റ് വെച്ചപ്പോൾ നമുക്ക് കണ്ടോ ഈ വാല്യൂസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. പോസ്റ്റ് ആകുമ്പോൾ ഇതിന്റെ അകത്ത് നമുക്കൊരു വാല്യൂസും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മൾ വേറെ കൊണ്ടുപോയി വർക്ക് ചെയ്താലൊന്നും നമുക്ക് സെർവറിലേക്ക് വാല്യൂ പാസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലയന്റ് സൈഡിൽ നിന്ന് സെർവറിലേക്ക് വാല്യൂ നമ്മൾ എടുക്കുന്നതും ആ വാല്യൂ നമ്മൾ വേറെ ക്ലയന്റ് സൈഡിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാനോ ഡാറ്റാബേസിലേക്ക് വാല്യൂ ആഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.